ഈ എപ്പിസോഡിന്റെ ഇടയിൽ എവിടെയോ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗം ആളുകൾ മുതല കുഞ്ഞുങ്ങളും പൈപ്പും ഒരു വില്ലനിസത്തിന്റെ മറുവാക്കുമായും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഗായകനാകാൻ എത്തുന്നു. തിരിഞ്ഞ് സിനിമയുടെ സമസ്ത മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നു. നടൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട ജോസ് പ്രകാശ് സാർ, അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ചലച്ചിത്ര പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. രാജൻ ജോസഫ് സാർ, പ്രേംപ്രകാശ് സാർ, സയൻ സാർ, രവികുമാർ സാർ, നിങ്ങളെല്ലാം സാന്നിധ്യം വളരെ മൂല്യമുള്ളതായിരുന്നു. സാന്നിധ്യത്തിന് ഈ അവസരത്തിൽ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ പേരിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം പറയൂ. ഞാൻ അവസാനമായിട്ട് പപ്പയെ കാണുന്നത്, പപ്പ മരിക്കണ ഒരു എപ്പോഴാണ് മരിച്ചത്? 2012 മാർച്ച് 24. 12 വർഷം വന്നിരുന്നു. എവിടെ? ഊട്ടി. കൊച്ചി വന്നിരുന്നപ്പോൾ പപ്പ ഇങ്ങനെ കാല് മുറിച്ച് കിടക്കുകയാണെന്ന് കേട്ടിട്ട് ഞാൻ കുഞ്ചിനെ വിളിച്ചു പറയും, കുഞ്ചാ എനിക്ക് പപ്പയെ കാണണം. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുഞ്ഞ വന്നെ ഹോട്ടലിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി. കാണുമ്പോൾ ഞാൻ കണ്ട പപ്പ വർഷങ്ങൾക്ക് മുമ്പ് പടങ്ങളിൽ കണ്ടിട്ട് പപ്പ അങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ സങ്കടമായിപ്പോയി. അപ്പോൾ അടുത്തിരുന്നു പപ്പ. അപ്പോഴും അദ്ദേഹത്തിനൊന്നുമില്ലാതെ പഴയ മാറി ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഏത് പടം ചെയ്യണം, ഏത് സീരിയൽ ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇടയിൽ എനിക്കൊരു സിഗരറ്റ് നടാന്ന്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പം അന്ന് രാജൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ ഭാര്യ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ആഗ്രഹിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഒരു സിഗരറ്റ് കൊടുക്കാൻ പോകുകയെന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു പ്ലീസ് പാവം എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് കൊടുത്തു. ആ സിഗരറ്റ് അങ്ങ് ആശ്വസിച്ച് വിളിക്കണമെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ പഴയ കഥകളിലൂടെ ഞങ്ങൾ എത്ര പടങ്ങളിൽ, എത്ര മദ്രാസിൽ, എത്ര സ്റ്റുഡിയോകളിൽ കിടന്ന് ഞങ്ങൾ രാത്രിയും പകലും വർക്ക് ചെയ്യുമ്പോൾ അങ്ങേരാരും ചോദിക്കും, അങ്ങേരെ സിഗരറ്റ് എടുത്ത് വലിക്കണം. ഒരു സ്റ്റൈലിലാണ് അങ്ങേരെ ഒരു സിഗരറ്റ് വലി, ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. അതാണ് ഞാൻ അവസാനം പപ്പയെ കണ്ടത്. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് കാര്യം കൂട്ടിച്ചേർക്കാം. എൻ്റെ മകളുടെ വിവാഹ ദിവസം, കല്യാണ ദിവസം, അന്നത്തെ ഒരു പത്രത്തിലെ മെയിൻ വാർത്ത, മലയാള സിനിമയെ വിറപ്പിച്ച വില്ലൻ ജോസ് പ്രകാശിന് ഇനി ഒരു കാല് മാത്രം. സങ്കടപ്പെട്ടു പോയി. എൻ്റെ മകളുടെ കല്യാണ ദിവസമാണ് വന്നത്. ബേച്ചായൻ്റെ രൂപമല്ല. ഞങ്ങൾ അന്ന് വളരെ ക്ഷീണിതരായിരിക്കുന്നു. ഒരു കാലില്ലാത്ത ഒരു പടം ഇന്നും ഞാൻ പത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മകൾ എടുക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു ദുഃഖമായിട്ട് തന്നെ കിടക്കുകയാണ്. ഞങ്ങളെ കുടുംബത്തെ ഏറ്റവും വിഷമപ്പെടുത്തിയ ഒരു കാര്യമാണ് അത്. ഒരുപക്ഷെ രമേശിനറിയായിരിക്കും, ആൺകിളിയുടെ താരാട്ടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നതും. അങ്ങനെ കാലിനെ മുറിവ് പറ്റി, പിന്നെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൊണ്ട് പല രീതിയിൽ ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പല രീതിയിൽ ആലോചിച്ചു, കാല് മുറിക്കാതിരിക്കാൻ പറ്റുമോ. കോയമ്പത്തൂരിൽ ഇങ്ങനെ എൽസമ്മയുടെ ഹസ്ബൻഡ് ഊട്ടിയിൽ തോമസ് പലരോടും കോയമ്പത്തൂർ ചോദിച്ചു വന്നാൽ രക്ഷയുണ്ടോ? ഇല്ല, ഇത് ഗാംഗ്രീനായി പോവുകയാണ്, അപ്പം മുറിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ മനസ്സിലിങ്ങനെ ഇപ്പം ജ്യേഷ്ഠനെ പറ്റിയുള്ള ഓർമ്മകളുടെ കാര്യങ്ങളായതുകൊണ്ട് തോന്നിയതാണ് കേട്ടോ. ലെജൻഡായിരുന്നു. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആൽബം സൈനിങ് സെക്ഷനിലേക്ക് കിടക്കാം. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോസ് പ്രകാശ് സാറിൻ്റെ മൂത്ത മകൻ രാജൻ ജോസഫ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് അമൃത ടിവിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉപഹാരം രവികുമാർ സാർ സമർപ്പിക്കുന്നു. മറ്റൊരു സ്നേഹ സമ്മാനം പ്രേംപ്രകാശ് സാർ കൊടുക്കും.